Assalamualaikum. Welcome back to my channel. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മീഷോ ഹോൾ വീഡിയോ ആണ്, അതും കിഡ്സിൻ്റെ. അപ്പോൾ നമ്മുടെ ഫൈസി കുട്ടിക്കും ഫാദർ കുട്ടിക്കൊക്കെ ഞാൻ മീഷോ ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. കുറച്ചധികം പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ട്. എല്ലാം ഒറ്റയടിക്ക് പർച്ചേസ് ചെയ്തതൊന്നുമല്ല, കുറേ മുന്നേയൊക്കെ വാങ്ങിയതുണ്ട്. 1 വർഷം 2 വർഷം 3 വർഷമൊക്കെ മുന്നേ വാങ്ങിച്ച പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നല്ല ക്വാളിറ്റി ഉള്ളതുണ്ട്, ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ട്, അഫോർഡബിൾ റേറ്റിലുള്ളതുണ്ട്. അങ്ങനെ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു ഹോൾ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ വീഡിയോ കാണിക്കുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ എല്ലാ പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് ഇതാ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ വാങ്ങിച്ചിട്ട് ഒരു 3 വർഷമൊക്കെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം അത് വാങ്ങിക്കുന്ന സമയത്ത് നമ്മുടെ പാതുക്കുട്ടിക്ക് ഭയങ്കര വലുതായിരുന്നു, ആളുടെ ഫുൾ ഉണ്ടായിരുന്നു കേട്ടോ ഇത്. പിന്നെ ഇത് മാത്രമല്ല, ഇതിൻ്റെ ഉള്ളൊരു വൈറ്റ് ജാക്കറ്റും കൂടി ഉണ്ട്. ജാക്കറ്റല്ല, ഇങ്ങനെ ഒരു കോളറും പിന്നെ ഒരു ഫുൾ കൈയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ പിക്ചർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 200 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. മീൻസ് ഒരു എന്താ പറയുക, ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വലിയുന്ന മോഡൽ ക്ലോത്താണ്. ഈ ഒരു വർക്ക് കണ്ടില്ലേ, ഇപ്പോഴും പോയിട്ടില്ല കേട്ടോ. ഇപ്പോഴും ഇത് ഇതേപോലെ നിൽക്കുന്നുണ്ട്. ഒരുപാട് തവണ ഇട്ടിട്ടുണ്ട്, ഒരുപാട് തവണ വാഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ അവൾ വീട്ടിലിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ്, കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ആ ഒരു വൈറ്റ് ഉള്ളിൽ ഇങ്ങനെ ഇന്നർ ഉണ്ടല്ലോ, അത് ഡ്രസ്സിൻ്റെ പുറത്തും ഇടാം, ഡ്രസ്സിൻ്റെ ഉള്ളിലും ഇടാം. ഇനിയിപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടം ഇങ്ങനെ ഇടാനാണ് കേട്ടോ. ആ ഒരു വൈറ്റ് ഡ്രസ്സിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ ഇടുമ്പോഴാണ് ഒന്നുകൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ അടിക്കും കൂടി വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ് കേട്ടോ. എവിടെയും കീറിയിട്ടൊന്നുമില്ല കേട്ടോ. ഇത്രയും കാലമായിട്ട് ഒരുപാട് സൈസ് ഇതിന് അവൈലബിൾ ആണ് കേട്ടോ. കുറേ കുട്ടികളൊക്കെ ഇങ്ങനെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്താണ് പർച്ചേസ് ചെയ്തോ. സെക്കൻഡ് വരുന്ന ഈ ഒരു ഫ്രോക്കാണ് കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ഫ്രോക്കാണ്. നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വന്നിട്ട് മെറ്റീരിയൽ വന്നിട്ട് ക്രീപ്പാണ് കേട്ടോ, അതായത് പോളിസ്റ്റർ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ചൂടൊക്കെ എടുക്കും. ഏകദേശം ഒരു 2 വർഷത്തിനേക്കാൾ കൂടുതൽ ആൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ക്രീപ്പ് മെറ്റീരിയൽ ആയിക്കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ തുണി പെട്ടെന്ന് കളറ് പോവുക, നിരക്കൊന്നും ഉണ്ടാവില്ല. ഈ ചൂട് സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ കംഫർട്ട് ആയിരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ പ്രശ്നം. ബാക്കി നമുക്ക് എല്ലാ സമയത്തും യൂസ് ചെയ്യാനും അടിപൊളിയാണ്. ഇതിനും റേറ്റ് വരുന്നത് ഏകദേശം 200 സംതിങ് തന്നെയാണ് കേട്ടോ. 300 രൂപേൻ്റെ അടിയിലാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇതും അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും പർച്ചേസ് ചെയ്തോട്ടോ. നെക്സ്റ്റ് ഈ ഒരു ഫ്രോക്കാണ് കേട്ടോ. ഇത് കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്, നേരിട്ട് കാണാൻ നല്ല ഭംഗി. അടുത്ത പോർഷൻ വന്നിട്ട് ഒരു ബനിയൻ ക്ലോത്ത് ആണ് വരുന്നത്. അടിയത്തെ ഒരു എന്താ പറയുക, ഒരു കർട്ടൻ ടൈപ്പ് ഉണ്ടല്ലോ, ഭയങ്കര ഒരു മിനുസായിട്ട് കുറച്ച് കട്ടിയുള്ളൊരു ടൈപ്പാണ്. ഒരു 3-4 വട്ടം ഇങ്ങനെ അലക്കിയ ശേഷമാണ് ഇത്രയും സോഫ്റ്റ് ആയത്. നമ്മൾ കയ്യിൽ കിട്ടുമ്പോൾ ഭയങ്കര കട്ടിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 100 സംതിങ് ആണ്, 200 രൂപയുടെ താഴെയാണ് റേറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റി ഇതിനുള്ളൂ. ഇട്ടിട്ട് ഒരു 2 ദിവസം ആയപ്പോഴത്തേക്കും ഈ ഒരു സൈഡൊക്കെ കീറിയിട്ടുണ്ടായിരുന്നു, കടയിൽ കീറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ല, തുണിക്ക് പ്രത്യേകിച്ച് ഡാമേജ് ഒന്നുമില്ല. അതായത് സ്റ്റിച്ചിങ് ക്വാളിറ്റി ഭയങ്കര മോശമായിരുന്നു. അപ്പോൾ നമ്മൾ കിട്ടിയ പാടെ തന്നെ ഒന്ന് എല്ലായിടും ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇതിന് പറ്റിയിട്ടില്ല. ഇതും കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഏകദേശം 1 ഇയറൊക്കെ ആവാനായിട്ടുണ്ട് ഇത് വാങ്ങിച്ചിട്ട്. കുറേ കാലം യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബോക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഇളകി പോരുന്നുണ്ട്. ഇവിടേക്ക് ജസ്റ്റ് ഞാൻ ഇങ്ങനെ തുന്നി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സും കുഴപ്പമില്ല. ഈ ഒരു 100 സംതിങ് റേറ്റിനൊക്കെ നമുക്ക് കിട്ടുന്ന ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ തന്നെ ക്വാളിറ്റി നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. കാരണം ഈ ഒരു റേറ്റിലൊന്നും നമുക്ക് ഷോപ്പിൽ പോയിട്ട് ഒരിക്കലും നമുക്ക് ഡ്രസ്സ് കിട്ടില്ല. സോ കുഴപ്പമില്ല. നെക്സ്റ്റ് വൺ നമ്മുടെ ഫൈസി കുട്ടിക്ക് വാങ്ങിച്ചിട്ടുള്ള ഒരു ഹുഡിയാണ് കേട്ടോ. ഇത് നല്ല അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ. അതായത് ഞാൻ മീഷോയിൽ വെച്ച് വാങ്ങിയതിൽ വെച്ച് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഡ്രസ്സാണ്. ഇത് ഏകദേശം 1 ഇയറൊക്കെ ആയി വാങ്ങിച്ച സമയത്ത് ആൾക്കിത് കുറച്ച് സൈസ് കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോഴൊന്നും കൂടുതൽ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം യൂസ് ചെയ്യാറുണ്ട്. ഇത് ഈ ഒരു എഴുത്തൊക്കെ കണ്ടോ, ഇതുവരെ ഒന്നും പോയിട്ടില്ല കേട്ടോ. കുറേ തവണ വാഷ് ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊന്നും ഇതൊന്നും ഒട്ടും തന്നെ പോയിട്ടില്ല. പിന്നെ ഈ ഒരു ബ്ലാക്ക് കളറാണെങ്കിലും കളറ് പോവുകയോ ചെറുതായിട്ട് നിരക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് കിട്ടിയ ആ ഒരു നല്ല ബ്ലാക്ക് കളറ് ഇപ്പോഴും ഉണ്ട്. പിന്നെ ഇത് ഇവിടെ ഒരു ഇവിടെ ആയിട്ട് വള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ ഫൈസിക്കുട്ടി ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ബെസ്റ്റ് ക്വാളിറ്റിയാണ് കേട്ടോ. ഇതിൻ്റെയും റേറ്റ് 200 സംതിങ് ആണ് കേട്ടോ. 280 അത്രയ്ക്കാൻ തോന്നുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല, കാരണം കുറേ വർഷം മുന്നത്തെയാണ്. പിക്ചറും റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതും അടിപൊളി പ്രൊഡക്റ്റാണ്. ആൺകുട്ടികൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് യൂണിസെക്സ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. പെൺകുട്ടികൾക്കും യൂസ് ചെയ്യാം. നമ്മുടെ ഫാദർക്കുട്ടിക്ക് ഇതിൻ്റെ ചെറുത് ഞാൻ വാങ്ങിക്കണമെന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സാണ്. ഇഷ്ടപ്പെട്ടാൽ പർച്ചേസ് ചെയ്തോട്ടോ.
നെക്സ്റ്റ് നമ്മൾ ഫാത്തിക്കുട്ടിക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു കോംബോ സെറ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ട്രൗസറും കൂടി വരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഇതിൽ കാണിക്കുന്നില്ല എന്നുള്ളൂ. അപ്പോൾ ഇതേ കളറിൽ തന്നെയാണ് ട്രൗസറും വരുന്നത് കേട്ടോ. ഇതിൽ 5 എണ്ണമാണ് വരുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 5 ഡ്രസ്സും 5 ക്വാളിറ്റിയാണ് കേട്ടോ. അതായത് എല്ലാം ഒരേ ടൈപ്പ് ക്ലോത്ത് അല്ല. ഇതിൽ എല്ലാം നല്ല ഗുഡ് ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല. ചിലത് നല്ല ക്വാളിറ്റി ഉണ്ട്, പക്ഷെ ചിലത് പെട്ടെന്ന് ഇങ്ങനെ വലിയുന്ന പോലെയൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അതിലൊന്നാണ് ഇത് നമ്മുടെ ഫാദുകുട്ടിക്ക് പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇതിങ്ങനെ പെട്ടെന്ന് വലിയുന്ന ഒരു ടൈപ്പാണ്, കണ്ടില്ലേ, ഇങ്ങനെ നന്നായിട്ട് വലിയുന്നുണ്ട്. പക്ഷെ നല്ല അടിപൊളി കളറും നല്ല പ്രിൻ്റൊക്കെയാണ്. നമുക്ക് ഡെയിലി വെയറൊക്കെ ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ കുഴപ്പമില്ല. ഇതേ കളറ് പിങ്ക് കളർ തന്നെയാണ് കേട്ടോ ട്രൗസറും വരുന്നത്. ഏകദേശം സെയിം ക്ലോത്ത് ആണ് വരുന്നത്. ഇതിങ്ങനെ വലിയുന്നൊരു ടൈപ്പല്ല, അതായത് കുറച്ച് കട്ടിയുള്ളൊരു കോട്ടൺ പോലെയാണ് തോന്നുന്നത്. ഇത് രണ്ടും സെയിം ക്ലോത്ത് ആണ് കേട്ടോ. പിന്നെ ഈ ഒരു റോസ് കളർ, ഇത് നമ്മൾ നേരത്തെ കാണിച്ച ലൈറ്റ് റോസ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു മെറ്റീരിയലാണ്. അതായത് ഇടുന്തോറും ചെറുതായിട്ട് ഇങ്ങനെ ലൂസായി വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കിട്ടിയതിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഒരു വൈറ്റ് ആണ് കേട്ടോ. അതായത് വൈറ്റ് നമുക്ക് പുറത്തുനിന്നൊക്കെ നമ്മൾ ടീഷർട്ട് വാങ്ങിക്കല്ലോ കുട്ടികൾക്ക് പുറത്ത് കൊണ്ടിടാനൊക്കെ വേണ്ടിയിട്ട്. ആ ഒരു രീതിയിലുള്ള ക്വാളിറ്റി ഇതിന് വരുന്നുണ്ട്. പെട്ടെന്ന് വലിയ ഇങ്ങനെ കളറ് മങ്ങ ചുരുങ്ങി ഒന്നും ചെയ്യുന്നില്ല. നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കോംബോ ഒക്കെ വാങ്ങുന്ന സമയത്ത് എല്ലാം നല്ല ക്വാളിറ്റിയിൽ കിട്ടണം എന്നില്ല. പക്ഷേ വീട്ടിലിട്ട് കൊടുക്കാനായതുകൊണ്ട് വലിയ സീനില്ല. ഇതിൻ്റെ റേറ്റ് 300 സംതിങ് ആണ്, 315 ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു റേറ്റിന് കുഴപ്പമില്ല. ട്രൗസറും കൂടി നമുക്ക് കിട്ടുമ്പോൾ കുഴപ്പമില്ല. നെക്സ്റ്റ് നമ്മുടെ ഫൈസിക്കുട്ടിക്ക് ഡെയിലി വെയർ ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. ഇതിൻ്റെ ക്വാളിറ്റി പറയുമ്പോൾ നമ്മൾ നേരത്തെ നോക്കിയ പോലെ തന്നെ 5 എണ്ണമാണ് വരുന്നത്. പക്ഷേ എനിക്ക് 2 ഞാൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്രേ കളറും പിന്നെ ഈ ഒരു വയലറ്റ് കളറുണ്ട്. ഈ ഒരു രണ്ടും ഏകദേശം സെയിം ക്ലോത്താണ്. പ്രിൻറ്റും കാര്യങ്ങളൊന്നും പോകുന്നില്ല. പക്ഷേ ഇങ്ങനെ ഇടുന്തോറും ചെറുതായിട്ട് ഇങ്ങനെ ലൂസായിട്ട് വരുന്നുണ്ട്. ആ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. ഒന്നും പോകുന്നില്ല കേട്ടോ. പിന്നെ ഈ ഒരു കിട്ടിയതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത് ഇതാ ഈ ഒരു മാമ്പഴ മഞ്ഞ കളർ എന്നൊക്കെ പറയും. ആ ഒരു കളറാണ്, നല്ല ഭംഗിയുള്ള കളറാണ് ഇതും. പിന്നെ അത് നല്ലൊരു റെഡ് കളറുണ്ട്. ആ ഒരു 2 ഡ്രസ്സാണ് നല്ല ക്വാളിറ്റി ഉള്ളത് കേട്ടോ ഇതിൽ. പിന്നെ ഒരു സ്കൈ ബ്ലൂ കളറുണ്ട്, അത് പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഡ്രസ്സിൻ്റെ ക്വാളിറ്റിയാണ് ഉള്ളത്. പിന്നെ നമ്മുടെ ഫാദുക്കുട്ടിക്ക് വാങ്ങിച്ചിട്ടുള്ള ഒരു ക്യൂട്ട് ഡ്രസ്സാണ് കേട്ടോ. ഇത് ചിലപ്പോൾ ഒരുപാട് പേരുകൾ ഇട്ട് കണ്ടിട്ടുണ്ടായിരിക്കും, കാരണം ഒരുപാട് പേരെടുത്ത് ഞാനിതിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഒരു ടോപ്പും പിന്നെ ഒരു കുഞ്ഞ് ടീഷർട്ട് പോലെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 2 രീതിയിൽ സ്റ്റൈൽ ചെയ്യാം. ഇതിൻ്റെ പുറത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് ഇട്ടിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇതിട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് ഇടാൻ പറ്റും. ഇനിയിപ്പോൾ വൈറ്റ് ടീഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയും ഇത് പെയർ ചെയ്താലും അടിപൊളിയാണ്. ഇതിൻ്റെ റേറ്റാണ് ശരിക്കും അത്ഭുതം. ശരിക്കും 140 അത്രയ്ക്കാണ് റേറ്റ് വരുന്നത്. സ്റ്റാർട്ടിങ് പ്രൈസ്, അതായത് ഇതിൻ്റെ ഒരു 3 മന്തൊക്കെ തൊട്ടാണെന്ന് തോന്നുന്നു ഇതിൻ്റെ സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 മന്തുള്ള കുട്ടിക്കൊക്കെ വാങ്ങിക്കുമ്പോൾ ജസ്റ്റ് 64 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ നമുക്ക് ഒരു 5 മാസമുള്ള കുട്ടിക്കൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 മാസത്തെ ആ ഒരു ഏജ് കൊടുത്താൽ മതി. കാരണം കിട്ടുന്നത് കുറച്ച് വലുതായിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് 64 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ആ ഒരു റേറ്റിലുള്ള നല്ല അടിപൊളി ക്വാളിറ്റിയാണ് ഉള്ളത്. നമുക്ക് കളറ് പോവുക, ഫെയ്ഡ് ആവുക, നൂല് പൊന്ത് അങ്ങനത്തെ പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളി ക്ലോത്താണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഡ്രസ്സും കൂടിയാണ് കേട്ടോ ഇത്. പിന്നെ ലാസ്റ്റ് വേണം നമ്മുടെ ഫൈസിക്കുട്ടിക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ട്രൗസേഴ്സ് ആണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ട്രൗസറാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഈ ഒരു എലാസ്റ്റിക് ആണ്. കാരണം കുറേ നമ്മൾ വീട്ടിൽ ട്രൗസറൊക്കെ വാങ്ങിക്കുമ്പോൾ വേഗം അതിൻ്റെ ഇലാസ്റ്റിക് ലൂസായിട്ട് പോകും, അല്ലെങ്കിൽ വള്ളി ഊരി പോകും. പക്ഷേ ഇതിന് വള്ളിയുടെ ആവശ്യമില്ല, കാരണം നല്ല കട്ടിയുള്ള എലാസ്റ്റിക്കാണ് വന്നിട്ടുള്ളത്. നമുക്ക് വള്ളീൻ്റെ ആവശ്യമില്ല. വള്ളി ഇതിലുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ആൾ വലിച്ച് കളഞ്ഞു. പിന്നെ എല്ലാം ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ്, കരിനീല, പിന്നെ അതാണ് കറുപ്പ്, ഒക്കെ ഒരു ബ്ലാക്ക് ബ്ലൂ ആ ഒരു കളറാണ്. അതുകൊണ്ട് തന്നെ ആൺകുട്ടികൾക്ക് ആയതുകൊണ്ട് തന്നെ മണ്ണിൽ ചെളിയിലൊക്കെ കളിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെളി കറ അതൊന്നും ആവുമൊന്നുമില്ല. ഇതും 5 എണ്ണം വരുന്നുണ്ട് കേട്ടോ. ഇതിനും 300 സംതിങ് ആണ് റേറ്റ് വരുന്നത്. എല്ലാം ഒരു 400 രൂപേൻ്റെ താഴെയാണ് കേട്ടോ നമ്മൾ ഈ കാണിച്ച പ്രോഡക്റ്റ് എല്ലാം തന്നെ. അപ്പോൾ എല്ലാം അഫോർഡബിൾ പ്രൈസിലാണ് ഇത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ കളക്ഷൻസ് വന്നിട്ട്. പിന്നെയും ഇതിന് മുന്നേ എടുത്തുള്ള കുറേ ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ നാശമായിട്ട് ഇപ്പോൾ ആളിടാറില്ല. അതുകൊണ്ട് പിന്നെ ഈ ഒരു വീഡിയോയിൽ കാണിക്കാത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ആക്കണം. പിന്നെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള വേറൊരു പ്രോഡക്റ്റ് വന്നത്. നമ്മുടെ ഫൈസിക്കുട്ടിക്ക് വാങ്ങിച്ചിട്ടുള്ള ചെരുപ്പിൻ്റെ ഒരു കോംബോ ആണ്. അതും കൂടി ഞാൻ ജസ്റ്റ് ഇതിൽ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ഷൂവിൻ്റെ വില നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഷോപ്പിലേക്ക് പോയി വാങ്ങിക്കുമ്പോൾ എന്തായാലും ഒരു 400 എബോ അല്ലെങ്കിൽ ഒരു 500ൻ്റെ ഉള്ളിൽ എന്തായാലും ഈ ഒരു ചെരുപ്പിന് വേണ്ടി വരും അല്ലേ? കാരണം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഈ ഒരു സൈഡൊക്കെ കണ്ടില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു ചെരുപ്പ് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ
നമുക്ക് ഡെയിലി വെയർ ആയിട്ടും പിന്നെ നമുക്ക് ക്യാഷ്വലായിട്ട് പെട്ടെന്നൊക്കെ പുറത്ത് പോകുന്ന സമയത്തൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളത് ഈ ഒരു ചെരുപ്പും കൂടി നമുക്ക് വന്നിട്ടുള്ളത് 400 രൂപയാണ് കേട്ടോ. സോ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി, അതുകൊണ്ട് പർച്ചേസ് ചെയ്താണ്. കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ എന്നാലും പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ എല്ലാം പ്രൊഡക്റ്റ് 1 പ്രൊഡക്റ്റ് 2 പറഞ്ഞിട്ട് സ്റ്റെപ്പായിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് പ്രൊഡക്റ്റിൻ്റെ ലിങ്കാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ലിങ്ക് കിട്ടും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് കണ്ടന്റ് എന്താണ് വേണ്ടത് എന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. ടാറ്റാ.